ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മോട്ടോ റിവ്യൂ ആണ്. ഈ കാണുന്ന സ്കൂട്ടർ ഏതറിൻ്റെ ഫ്ലീറ്റിൽ നിന്നും വരുന്ന സെക്കൻഡ് പ്രൊഡക്റ്റാണിത്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി. പേരാണ് ഏതർ റിസ്ത വി. ഏതറിൻ്റെ ഫ്ലീറ്റിൽ നിന്നും വരുന്ന ഈ ഒരു സെക്കൻഡ് പ്രൊഡക്റ്റ് ഫാമിലി ഓറിയൻറ്റഡ് ആണ്, സ്ട്രിക്ട്ലി ഫാമിലി ഓറിയൻറ്റഡ് ആണ്. പറയാനുള്ള കാരണം ഇതിൻ്റെ സ്പീഡ് 80 km/h ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് ഓൺ പർപ്പസ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഇതിൻ്റെ ബോഡി വെയ്റ്റ് ആണ്. ഇതിൻ്റെ മുൻപ് ഇറങ്ങിയ പ്രൊഡക്റ്റായ 450X ഭയങ്കര സ്ലീക്കാണ്, ഭയങ്കര സ്ലിമ്മാണ്. പക്ഷേ സ്പീഡ് വളരെയധികം ഉണ്ടായിരുന്നു, ടോർക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം, ഈ ഒരു ഐറ്റം അവർ സ്പീഡ് ലിമിറ്റ് ചെയ്തു. കാരണം ഫാമിലി ഓറിയൻറ്റഡ് സെഗ്മെൻറ്റിന് വേണ്ടി ടാർഗറ്റ് ചെയ്തിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ് ഏതർ റിസ്ത. രണ്ട് പവർ ട്രെയിനിലാണ് ഈ ഒരു വണ്ടി ഇറങ്ങുന്നത്. 2.9 kW പിന്നെ 3.7 kW. രണ്ടിനും പവർ ഔട്ട്പുട്ടും ഡിസ്റ്റൻസ് കവറേജും IDC റേഞ്ചും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസ്, രണ്ട് ഹെൽമെറ്റ് വെക്കാം. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഇതിലൊരു വയർലെസ് ചാർജിങ് ഉണ്ട്. ഏതറിൻ്റെ സീരീസ് ലൈനപ്പിൽ നിന്ന് വരുന്ന ഒരു ഹെൽമെറ്റ് ഉണ്ട്, ഹാലോ ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റ്. അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ മൊബൈൽ ഫോണിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ഉള്ളിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നൗ സ്പീക്കിംഗ് അബൌട്ട് ദ സ്കൂട്ടർ, ഇതിൻ്റെ ലൈവ് IDC റേഞ്ച് ക്ലെയിം ചെയ്യപ്പെടുന്നത് 156 അറൗണ്ട് ആണ് ഫോർ 3.7 kW. 2.9 kW ആണെങ്കിൽ 123. നൗ ഉപയോഗിച്ച സ്ഥിതിക്ക് എനിക്ക് തോന്നിയ ഒരു ഒറ്റ ഡിഫോമിറ്റി, ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ഒരു മെയിൻ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹിൽ സൈഡ് ക്ലൈമ്പിങ് അല്ലെങ്കിൽ ഹിൽ ക്ലൈമ്പിങ് വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഒരു പവർ ഡ്രെയിൻ ആണ്. കാരണം ഞാനിത് ഹിൽ ക്ലൈംബ് അല്ലെങ്കിൽ ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് ഒന്ന് കയറിയപ്പോൾ സ്പീഡ് നന്നേ കുറഞ്ഞു. ഇപ്പോൾ ഏതർ റിസ്റ്റയുടെ ലൈവ് IDC റേഞ്ച് അല്ലെങ്കിൽ പ്രൂവൺ IDC റേഞ്ച് ക്ലെയിം ചെയ്യപ്പെടുന്നത് 159 km ഫോർ 3.9 kW, 3.7 kW. 2.9 kW ആണെങ്കിൽ 123 km. നൗ ഏതറിൻ്റെ വിശ്വാസ്യത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഇതുവരെ ഒരു വണ്ടിക്ക് ഇതുപോലെ ഡീഫോൾട്ട്സോ പ്രശ്നങ്ങളോ വന്നതായിട്ട് ഇതുവരെ ക്ലെയിം ചെയ്യപ്പെട്ടിട്ടില്ല. സോ ഞാനിത് വാങ്ങിച്ചിട്ട് 3 ആഴ്ചയായി. എനിക്ക് തോന്നിയ ഒരൊറ്റ ഡിഫോമിറ്റി ഈ ഒരു വണ്ടിയുടെ എന്ന് വെച്ചാൽ നമ്മുടെ ഹിൽ ക്ലൈമ്പിങ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് ലാഗാവും, സ്പീഡ് നല്ലോണം കുറയും. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് നോർമൽ വിത്ത് ഓൾ അതർ EVs. കാറിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നു ഓല ആയാലും TVS iQube ആയാലും ഈ ഒരു ഡിഫോമിറ്റി, ഈ ഒരു നെഗറ്റിവിറ്റി ഇങ്ങനത്തെ വണ്ടികളിലുണ്ടാവും. നോട്ട് ദ പോയിൻറ്റ്, EV അതിൻ്റെ സ്റ്റാർട്ടിങ് ഫേസിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. സോ അതിൻ്റെ ഇഷ്ടം പോലെ ഇറ്ററേഷൻസ് കടന്ന് വന്നിട്ട് വേണം നല്ല ഒരു പ്രോപ്പർ EV നമുക്ക് കിട്ടാനായിട്ട്. എല്ലാം സ്റ്റേജ് ഏതൊരു വണ്ടി ഇറങ്ങിയാലും ഏതൊരു ടെക്നോളജി ഇറങ്ങിയാലും അതിനൊരു സ്റ്റാർട്ടിങ് ഫേസ് ഉണ്ട്. സോ ആ സ്റ്റാർട്ടിങ് ഫേസാണ് നമ്മളിപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് മോറോവർ ഈ വണ്ടി ഇതുവരെ വഴിയിൽ നിന്നിട്ടില്ല. കംപ്ലയിൻറ്റ്സ് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. യൂട്യൂബ്, ഗൂഗിൾ മൊത്തം തപ്പി ഇതുവരെ ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഈ ഒരു വണ്ടീനെ പറ്റി പറഞ്ഞിട്ടില്ല. നൗ പ്രൂവൺ, ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് അന്വേഷിച്ചു, വാട്ട് ഈസ് യുവർ വ്യൂ പോയിൻ്റ് അബൌട്ട് ദിസ് വെഹിക്കിൾ. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 80 km/h ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. എന്നാൽ ഏതറിൻ്റെ 450X എന്ന് പറയുന്ന മോഡൽ 80 km മേലേക്ക് പോകും. സോ ഇതിന് ലിമിറ്റേഷൻ വച്ചിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബൾക്ക് ബോഡി. ഇത്തിരി കനമുണ്ട് ഈ ഒരു ബോഡിക്ക്. സോ അതുകൊണ്ട് അവർ ലിമിറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് മോറോവർ ഒരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടി ആയതുകൊണ്ട് തന്നെയാണ് 80 kmph കൊടുത്തിരിക്കുന്നത്. നോ ഇതിൻ്റെ നിറങ്ങൾ ഒരു ഡുവോ കളറാണ്, ഒരു ബ്ലൂ ആൻഡ് വൈറ്റിഷ്. 4 ഡുവോ കളേഴ്സായിട്ടാണ് ഈ ഒരു വണ്ടി ഇറങ്ങുന്നത്. ആൻഡ് 3 ഫുൾ കളേഴ്സായിട്ട് ഇറങ്ങുന്നുണ്ട്. വായ കൊള്ളാത്ത പേരുകളായതുകൊണ്ട് ഞാൻ വിളിച്ച് പറയുന്നില്ല. താഴത്ത് കാണുന്ന ഇതിൽ നിങ്ങൾക്ക് കാണാം. സോ ഓവറോൾ ഈ വണ്ടിനെ പറ്റിയുള്ള റിവ്യൂ I 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ്. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. ഓടിക്കാനൊരു സുഖമുണ്ട്, നല്ല ടോർക്ക് ഔട്ട്പുട്ട് ഉണ്ട്. കാരണം ഒരു ചെറിയ ഒരു ഗ്യാപ്പിൽ നമുക്ക് പെട്ടെന്ന് ഒരിത്തിരി സ്പീഡ് കൂടുതൽ വേണം, ആക്സിലേറ്റർ തിരിക്കുക, ബൂം, കൊള്ളാം. ആൻഡ് 2 മോഡുകൾ ഇതിനുണ്ട്. ഒരെണ്ണം സിപ്പ് മോഡും പിന്നെ സ്മാർട്ട് ഈക്കോ മോഡും. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. സ്മാർട്ട് ഈക്കോ മോഡ് കുറച്ചൊന്ന് സ്പീഡ് കുറച്ചിട്ട് ബാറ്ററിയുടെ റേഞ്ച് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മോഡാണ്. സിപ്പ് മോഡ് കുറച്ചും കൂടി റേഞ്ച് ഒന്ന് കുറയും, എന്നാൽ സ്പീഡും അതിൻ്റെ ഒരു റെസ്പോൺസീവ് സിസ്റ്റം ഭയങ്കര എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോഡാണ്. നൗ ഈ വണ്ടി ഏതാണ്ട് എല്ലാം ഷോറൂമുകൾ അവൈലബിൾ ആണ്. ആൻഡ് മോർ ഓവർ നോട്ട് ദ പോയിൻറ്റ്, ഇതിനൊരു വയർലെസ് ചാർജിങ് ഉണ്ട്.
ഇതിൻ്റെ ബൂട്ട് സ്പേസിലാണ്. യെസ്, സ്പീക്കിംഗ് അബൌട്ട് ദ ബൂട്ട് സ്പേസ്, 56 ലിറ്ററാണ് ബൂട്ട് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. അത് 2 നോർമൽ ഹെൽമെറ്റ് നിങ്ങൾക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാം. ആൻഡ് അതിൽ ഒരു വയർലെസ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു പ്രത്യേകത, ഇതിന് റിവേഴ്സ് ഗിയർ ഉണ്ട്. ഓണാക്കുക വഴി ഫ്രണ്ടിലെയും ബാക്കിലെയും ഡബിൾ ഇൻഡിക്കേറ്റർ ഓണാവും. ഒരു ബീപ് ബീപ് ശബ്ദത്തോടു കൂടി ഒരു ഇൻഡിക്കേഷൻ കൊടുത്ത് നമുക്ക് ആക്സിലറേഷൻ വഴി തന്നെ ഇതിൻ്റെ സ്പീഡ് ബാക്കിലേക്ക് കൺട്രോൾ ചെയ്തെടുക്കാം. ഈ കാണുന്ന 2 ഹുക്കാണ് ഫ്രണ്ടിലും അതിൻ്റെ എതിർവശത്ത് 2 ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബാഗ്സ് എന്തെങ്കിലും, ക്യാരി ബാഗ്സ് എന്തെങ്കിലും വെക്കാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ചാർജിങ് പോർട്ടിൻ്റെ ഒരു മൂടിയാണ്. ഇത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് പോർട്ട് വിസിബിൾ ആവും. വെള്ളവും മറ്റും പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കവർ ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഷോക്ക് അബ്സോർബർ ടെലിസ്കോപ്പിക് ആണ്. കൂടാതെ ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. റിയർ ബ്രേക്ക് ഡ്രംസ് ആണ്. ബെൽറ്റും പിന്നെ മറ്റേ കമ്പോണൻസും നല്ല ഒരു കവറിങ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിയർ പാസഞ്ചേഴ്സിന് കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിയർ പില്ലിയൻ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത ഒരു സ്കൂട്ടർ റിവ്യൂ അല്ലെങ്കിൽ വേറൊരു റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ആസ് യൂഷ്വൽ ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് പ്ലീസ് ഡു ഷെയർ യുവർ കമൻറ്റ്സ് ബിലോ. താങ്ക് യു.